വയനാട് ജില്ലയിലുണ്ടായ കനത്ത മഴയിൽ കനത്ത നാശനഷ്ടം. മക്കടിമല സ്കൂളിന്റെ മതിലിടിഞ്ഞു. വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. ജോഷില ചേരുകയാണ്. ജോഷിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ കനത്ത നാശനഷ്ടം ജില്ലയിൽ ഉണ്ടായി ഒരു മഴക്കെടുതിയിലെന്നാണോ മനസ്സിലാക്കേണ്ടത്? ജോഷില, അതിര ഇന്ന് രാവിലെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉച്ചയോടുകൂടി കനത്ത മഴയാണ് വയനാട് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. മേപ്പാടി പഞ്ചായത്തിലെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചിരിക്കുകയാണ്. വെള്ളരിമല വില്ലേജിൽ പൂർണ്ണമായും, അതുപോലെ തന്നെ കോട്ടപ്പടി വില്ലേജിൽ എളമ്പലേരി പ്രദേശത്തുള്ള ഹോം സ്റ്റേ, റിസോർട്ട് വില്ല എന്നിവയുടെ പ്രവർത്തനവും നിർത്തിവെക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവിട്ടിരിക്കുകയാണ്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പ്രവർത്തിക്കരുതെന്നാണ് ഉത്തരവ്. അതുപോലെ തന്നെ മടക്കിമല സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ കനത്ത കാറ്റിൽ നിലവിൽപ്പുഴ മട്ടിലയം സ്കൂളിന് സമീപത്തെ വയലിലെ 1500ഓളം മൂപ്പെത്താത്ത വാഴകൾ നിലപ്പതിച്ചിരുന്നു. അതുപോലെ തന്നെ ഇന്ന് രാവിലെ റോഡിന് കുറുകെ വീണ മരത്തിനടിയിലൂടെ KSRTC ബസ് സാഹസികമായി മുന്നോട്ട് പോകേണ്ട അവസ്ഥയുമുണ്ടായി. പടിഞ്ഞാറത്തറ പഞ്ചായത്തിൽ മുഹമ്മദ് മംഗലേരി എന്നിവരുടെ വീടിന്റെ മതിലിടിഞ്ഞ് വീടിന് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്തിൽ കാപ്പൂട്ടിക്കൽ എന്ന സ്ഥലത്ത് BSP കനാൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള തോട് നികത്തിയത് മൂലം ഏകദേശം 5ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട്. 3000ഓളം വാഴകളും നശിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കലക്ടർ ഉത്തരവിട്ടിരിക്കുകയാണ്. ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണിത്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും അപകട ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ സ്വമേധയാ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കോ ബന്ധുവീടുകളിലേക്കോ മാറി താമസിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. പോലെ തന്നെ വയനാട് ജില്ലയിലും കനത്ത മഴയിൽ കനത്ത നാശനഷ്ടം തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. PV ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്.